ഗൈസ് കണ്ടോ ഗൈസ്, നമ്മള് ഗൈസ് നമുക്കൊരു ഒരു അമിളി പറ്റിയിട്ടുണ്ട്. അതായത് അമ്മ ചേന കുഴിച്ചിട്ട സ്ഥലമായിരുന്നു. അപ്പം അമ്മ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വേണോ വേണ്ടയോ എന്ന്. ഓക്കെ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ കയ്യില്? പുതിയ അതിഥിയാണ്. എന്താന്നൊക്കെ പറഞ്ഞുതരാട്ടോ. കയ്യില് പുതിയ ബടൻ. ആ, അമ്മയും അച്ഛനും കൂടി ഇന്ന് പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഒരാളാണ്. ഓക്കെ, അതിന്റെ ടാഗൊക്കെ അതിനകത്തുണ്ട്. വേണ്ട മുല്ല മണുണ്ടോ? മണുണ്ട്. ഇതൊക്കെ അമ്മേൻ്റെ റോസുകളാണ്. എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പം എന്താണെന്നറിയില്ല, മൂപ്പര് എല്ലാവരും കൂടെ ഒരേ സമയത്ത് പൂവിട്ടുകൊണ്ട് ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് രാവിലെ കാണണമെന്ന്. അപ്പം അതാ 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 മഞ്ഞിൻ്റെ തുള്ളിയൊക്കെ ഇങ്ങനെ വീണ്ടും നല്ല രസമായിരിക്കും രാവിലെ കാണാൻ. ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതാണ് കേട്ടോ, എല്ലാ ദിവസവും ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ വരുന്നോ? ഓക്കെ. അപ്പം ഇവരിന്ന് പുറത്ത് പോയിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രത്യേക തരം ഫ്രൂട്ട്, അത് അപ്പം അത് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. അമ്മ ഇവിടെ കൂട്ടിവെച്ച ഈ ഇലയൊക്കെ ഈ ചെങ്ങായി മറിച്ചിടുന്നുണ്ടേ. ആ, കുറച്ച് അടി കിട്ടേണ്ട സ്വഭാവമായിട്ടുണ്ട്. വെറും അടിയും പിടിയാ. അതാ 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 ആ ചീരയൊക്കെ മറിച്ചിടും. അപ്പം എവിടെയാ നമ്മൾ പ്ലാൻ? നമ്മുടെ ഓക്കെ, അപ്പം ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പുതിയ ബടനെ കുഴിച്ചിടാൻ പോകുന്നത്. ഒരു പുതിയ ഫ്രൂട്ടാണേ. അപ്പം എന്താണ് ഫ്രൂട്ട് എന്ന് ഞാൻ എന്താ പരിചയപ്പെടുത്തി തരാം. നീ എന്നാണ്ട് മാറിക്കോ. ആ, ഇതാണ് നമ്മുടെ വൈറ്റ് ഞാവൽ. വൈറ്റ് ഞാവൽപ്പഴമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ വെള്ള ഞാവൽപ്പഴം. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. എനിക്ക് അറിയാത്തേ ഉണ്ടാവുള്ളൂ. അമ്മയ്ക്കറിയാം, അമ്മയ്ക്കെല്ലാം അറിയാം. അപ്പോൾ വെള്ള ഞാവൽപ്പഴമാണ്. പിന്നെ സാധാരണ ഞാവൽപ്പഴം കഴിക്കുന്ന സമയത്ത് നാവൊക്കെ നീല നിറാവും. പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് പഴുക്കുന്ന സമയത്ത് ഒരു വെള്ള ഞാവൽപ്പഴമായിട്ട് വരും. പിന്നെ അത് നല്ല മധുരമാണ്, കുറച്ചും കൂടെ മധുരം ഉണ്ടാവും. പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു ഓക്കെ, ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ഇത് വരും കേട്ടോ. കണ്ടോ, വൈറ്റ് ഞാവൽ. അപ്പോൾ അതിനെയാണ് കേട്ടോ ഒന്ന് കുഴിച്ചിടാൻ പോകുന്നത്. ചെറുതായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പൂവ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് പൂവ് തന്നെയാണോ? ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കായ്ക്കും. ഓക്കെ, ബഡ്ഡിങ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ വൈറ്റ് ഞാവൽപ്പഴത്തിനെ ഇതാ ഇവിടെയാണ് കേട്ടോ കുഴിച്ചിടാൻ പോകുന്നത്. ഓക്കെ, സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവന് വേണ്ടമായിട്ടുള്ള പരിചരണം കൊടുത്തുകൊണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥിരം കുഴിച്ചിടുന്ന രീതിയാണ്. അപ്പം ആ ഒരു രീതി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴി എടുക്കും. കുഴിക്കകത്തേക്ക് ഇതാ നമ്മൾ ഇവിടെ തന്നെ എന്താ പറയുക, വീണ് കിടക്കുന്ന എന്താ പറയുക, എന്താ അമ്മ, എല്ലുപൊടിയാ? ഓക്കെ, ക്യാച്ച് കണ്ടോ, യുക്ക മൈക്രോടെക് എല്ലുപൊടി, ബോൺ മീൽ. എന്താ അത്? ആണോ? ഇത് നമ്മുടെ ഇതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. എന്താ അതിൻ്റെ പേര്? അകത്തിച്ചീര. അകത്തിച്ചീരൻ്റെ വേസ്റ്റാണ്. കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പൂ പറിക്കും. എന്നാലും ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ മേലേക്ക്. ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ ചെടി ഇപ്പോൾ അതാണ്. വളരെ കുഞ്ഞിതായിരുന്നു. ഓക്കെ ഓക്കെ, കുഴി കുഴിച്ചോളൂ. എല്ലുപൊടി വേസ്റ്റൊക്കെ മമ്മി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴി എടുത്തതിന് ശേഷം ചവലിയും എല്ലുപൊടിയും ചാണകപ്പൊടിയും. ഓക്കെ, അപ്പോൾ ഈ കുഴി ഒന്ന് കുഴിക്കാം കേട്ടോ ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്, നമ്മള് ഗൈസ് നമുക്കൊരു അമിളി പറ്റിയിട്ടുണ്ട്. അതായത് അമ്മ ചേന കുഴിച്ചിട്ട സ്ഥലമായിരുന്നു.
അപ്പം അമ്മ അവിടെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വേണോ വേണ്ടയോ എന്ന്. ഒരു കഷ്ണം കിട്ടി. ചെറിയൊരു കഷ്ണം ചേന കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കി ചേനേനെ അയ്യോ പിടിച്ചു. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ആ ആണോ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതെ, ഞങ്ങൾ ചേന എടുക്കട്ടെ ഇനി. ശരിയാ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചേന ഉണ്ടെന്ന്. ഇപ്പം കിട്ടും. വരുന്നുണ്ട് വരുന്നുണ്ട്. അവിടെ എന്തോ ആണോ? അതാ കുഞ്ഞു കുഞ്ഞു ചേന ചെറുത് നല്ലോണം കിട്ടും. അത്യാവശ്യം വലുപ്പമുള്ള ചേനയാണ്. അപ്പം ഞങ്ങളിത് പയ്യെ പയ്യെ എടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ വരുന്നുണ്ടോന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ല, അമ്മ അവിടെ എന്താ ചെടി നനയ്ക്കുന്ന പരിപാടിയില്ല. വേഗം സുരുട്ടാം നോക്കിയിട്ടെ. കുറച്ച് പീസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കാരണം അത് ഭയങ്കര വലുതായതുകൊണ്ടേ. ഭയങ്കര വലുപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ആള് വന്നിട്ടുണ്ട്. പെട്ടു. അങ്ങനെയൊന്നും കിട്ടില്ല, നല്ല ആഴുണ്ടെന്ന് തോന്നണു. ഇവിടെയൊക്കെ ഉണ്ട് ചേന. ആ ഓക്കെ, വലിപ്പമുണ്ടല്ലേ? ഓക്കെ ഗൈസ്, അത്യാവശ്യം വലിപ്പമുള്ള ആളാണ്. അത് നല്ല കാര്യം. ഇതാണ് അതിൻ്റെ സംഭവം. എക്സ്പെർട്ടാണ്, ചേനമാന്തൽ സ്പെഷ്യലിസ്റ്റ്. പിക്കാസോണ്ട് പൊന്തിച്ചപ്പോഴേ പിക്കാസിന് ചെറിയൊരു കിടികിടി സൗണ്ട്. അപ്പം ഇത് നല്ല ആഴുണ്ട്. ആഴത്തിലുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പോന്നോ? ഇത്രയേ ഉള്ളൂ. പോന്നു ഗൈസ്, ഇത്രയേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടോ? ഓക്കെ, കുട്ടികളൊക്കെ പോകുന്നു. മക്കൾ നേരത്തെ അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിച്ചുകൊണ്ട് എനിക്കിതിൻ്റെ കുഴിക്ക് കഴിഞ്ഞു. അവിടെ എന്താ കല്ല? കല്ല അല്ല, കല്ല കല്ല തൊടിയില്ല. കഴിഞ്ഞു ഗൈസ്. അപ്പം നമുക്കൊരു ചേന ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്മ നോക്കൂ, കലിപ്പാണോ? ഫ്രീ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഞങ്ങൾ പഠിച്ചാനുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അതെ, ഇവിടെയൊക്കെ ചേന ഉണ്ട് പല ഭാഗത്തും. ഇതാണ് മറ്റേ അതിൻ്റെ അടുത്ത ചേന അത് അമ്മേൻ്റെ ബാക്കിലുണ്ട്. അതിനോടൊപ്പം വെച്ചു. ഓക്കെ, അപ്പം ഇനി ഞാവൽപ്പഴം കുഴിച്ചിടാനുള്ള പരിപാടിയാണ്. ചവലേക്ക് ഇട്ടിട്ടുണ്ട്. മണ്ണ് സോഫ്റ്റ് ആവാൻ വളരെ നല്ലതാണ്. മണ്ണ് സോഫ്റ്റ് ആവാൻ ഏറ്റവും നല്ലതാണ് ചവലയിടുന്നത്. പിന്നെ വേരോട്ടൊക്കെ നന്നായിട്ട് കൂടും. ഞാൻ എന്താ സ്ഥിരം ചാണകപ്പൊടി കൊണ്ടുവരാം കേട്ടോ. ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ബാക്കിയുണ്ട്, അപ്പോഴേക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ചാണകപ്പൊടി ഇടുന്നുണ്ട്. ഇതാ കണ്ടോ, ചാണകപ്പൊടി ഇട്ടു. നമ്മളിതാ കവർ കീറി വെച്ചിട്ടുണ്ട്. എല്ലുപൊടി അച്ഛൻ്റെ ബാക്കിലുണ്ട്. ഇതൊരു കിലോൻ്റെ ആണ്. ആ, 4 ഭാഗം 1/4 കിലോ എല്ലുപൊടി ആഡ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ വൈറ്റ് ഞാവൽപ്പഴം നമ്മൾ വർഷത്തിൽ വെക്കുന്ന സമയത്ത് ഇതുമായി ക്യാരി ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്ത വർഷം മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇതൊരു വർഷത്തേക്കുള്ള മെയിൻ്റെനൻസ് ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ഒരു വർഷം നിങ്ങൾ ഭാഗത്തേക്ക് തിരിഞ്ഞു വെക്കണ്ട. പറ്റുമ്പോഴൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി.
പൂച്ച സാർ എന്തിനാ കരയണു? ഇവിടെ എവിടെയുണ്ട് ഓൻ? ആ ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ വൈറ്റ് ഞാവൽപ്പഴത്തിന് എടുത്തിട്ടുണ്ട്. ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ താഴത്തേക്ക് പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട്, വൈറ്റ് ഞാവൽപ്പഴം. ഓക്കെ, അപ്പം ഇനി ഇത് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പം ഇത് എന്താ പറയുക, കായയാവുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, കുറേ എല്ലാവർക്കും കഴിക്കാം. അടി ഉണ്ടാക്കിയോ? അതതിൻ്റെ ബ്രദറാട്ടോ. അവനോട് അടി കൂടെ വന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിന് കഴിക്കാൻ വന്നോ. ആണോ? അത് ശരി. വാവ ഓക്കെ, അപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഏതാണ്? പയറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഓടും. അപ്പം ആള് അമ്മേൻ്റെ പയറൊക്കെ ഉഷാറാക്കിയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അതെ പ്രായതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ വൈറ്റ് ഞാവൽപ്പഴം കുഴിച്ചിട്ടുണ്ട്. രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്.